നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റബ്ബർ ടാപ്പിങ്ങിനെ പറ്റിയാണ്. നിങ്ങൾ ധാരാളം റബ്ബർ ടാപ്പിങ് കണ്ടിട്ടുണ്ട്. എല്ലാവരും കാണിക്കുന്നത് സാധാരണ തൈമരങ്ങൾ വെട്ടി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ മരങ്ങൾ വെട്ടുന്ന സമയമാണ് എല്ലാവരും കാണാറുള്ളത്. എന്നാൽ ഒരു റബ്ബർ മരം 20 വർഷം ടാപ്പിങ്ങിന് ശേഷം വീണ്ടും 5 വർഷം കൂടി സ്ലോട്ടർ ടാപ്പ്, അതായത് അത് മരം മുറിച്ചു മാറ്റി പുതിയ റബ്ബർ തൈകൾ വെക്കുന്നതിന് മുൻപ് 5 വർഷം സ്ലോട്ടർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതിലാണ് പരമാവധി ആ റബ്ബറിൻ്റെ കറ മുഴുവൻ ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ മരം 20 വർഷം ടാപ്പിങ് കഴിഞ്ഞതാണ്. 2 വശവും ടാപ്പിങ് കഴിഞ്ഞ് തീർന്നതാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്കുള്ള ടാപ്പിങ്ങാണ് നമ്മൾ തുടങ്ങുന്നത്. അടുത്ത 5 വർഷം ഇനി ഇത് ടാപ്പ് ചെയ്യണം. അതിൻ്റെ ഒരു സൈഡ് 2.5 വർഷത്തെ ടാപ്പിങ് കഴിഞ്ഞു. ഇനി മറു സൈഡാണ് 2.5 വർഷത്തേക്കുള്ള ടാപ്പിങ്ങാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് രണ്ടാമത്തെ പട്ട ഇട്ടിരിക്കുന്നത്. ഈ പട്ട ഇട്ടിരിക്കുന്നത് 45 ഡിഗ്രി ചരിവിലാണ് ഈ പട്ട ഇട്ടിരിക്കുന്നത്. അത് 2 പട്ടയുണ്ട്. ഒന്ന് അടിയിലത്തെ പട്ടയെ താങ്ങുപട്ടയെന്ന് പറയും, മുകളിലത്തെ പട്ടയെ കമത്ത് പട്ടയെന്ന് പറയും. 45 ഡിഗ്രി ചരിവിടുന്നത് ഈ പാല ഒഴുകി ഇങ്ങ് താഴെ വരാനാണ്. നമ്മൾ ആദ്യം വെട്ടുമ്പോൾ നല്ല വൃത്തിയായിട്ട് മരത്തിന് കേടില്ലാത്ത രീതിയിലൊക്കെയാണ് ആദ്യം വെട്ടുന്നത്. ഈ സ്ലോട്ടർ വെട്ടുമ്പോൾ അത്ര സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഉയരത്തിലാണ് ഒന്നാമത്. രണ്ടാമത് പാൽപ്പട്ട മാത്രം തെളിച്ച് നമുക്ക് വെട്ടാൻ കഴിയത്തില്ല. ആദ്യം നമ്മൾ പാൽപ്പട്ടയെ മാത്രം ആശ്രയിച്ചാണ് വെട്ടുന്നത്. രണ്ടാമത് വെട്ടുമ്പോൾ ചിലപ്പം കുറച്ച് തടിയിലൊക്കെ കൊണ്ടൊക്കെ പോവും. എങ്കിലും കുഴപ്പമില്ല, 2.5 വർഷം വീതമുള്ള വെട്ട് മതിയല്ലോ. അപ്പം 2.5 വർഷം വീതം 5 വർഷം കഴിയുമ്പോൾ ആ മരത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നീട് അത് നമ്മൾ റീപ്ലാന്റ് ചെയ്യുകയാണ്. അപ്പം അതിന് നല്ല കറയും കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. സാധാരണ ടാപ്പ് ചെയ്യുന്നത് പോലെ അത്ര നിസ്സാരമല്ല. ഇത് ആയാസം അല്പം കൂടുതലുള്ളൊരു പണിയാണ്. കാരണം ഇതിന് ഉയരം കൂടുന്തോറും നമുക്ക് പ്രയാസവും കൂടും. തന്നെയുമല്ല, ഈ ഒടുക്ക് ചാല് കൃത്യമായിട്ട് വന്ന് ചില്ലിലൂടെ ചിരട്ടയിൽ പാല് വന്ന് നിറഞ്ഞില്ലെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് 100 മരം ടാപ്പ് ചെയ്യുന്നതിന് വന്നാൽ 40 മിനിറ്റ് മതിയെങ്കിൽ ഇതിന് 2.5 തൊട്ട് 3 മണിക്കൂറോളം സമയം നമുക്ക് വേണ്ടി വരുന്നു ആ 100 മരം വെട്ടാൻ. സ്ലോട്ടർ വെട്ടുന്നത് കൊണ്ട് ഒരു കത്തിക്ക് പകരം ഒരു കത്തിയും കൂടെ എൻ്റെ കയ്യിൽ അധികമുണ്ട്, 2 കത്തി. കാരണം ഈ മരത്തിൻ്റെ ഇലക്കണ്ണ് അല്ലെങ്കിൽ പഴയ ചെറിയ കൊമ്പുകൾ വന്ന തടിയുടെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തിയുടെ കങ്ക് പോവും. അപ്പോൾ ഈ കത്തിയുടെ കങ്ക് പോകുകയാണെങ്കിൽ അടുത്ത കത്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 2 കത്തി വെച്ച് ഉപയോഗിക്കുന്നത്. ഉയരത്തിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ട് പൈപ്പുണ്ട്. അത് ഉയരം കൂടുന്നതനുസരിച്ച് വലിപ്പം കൂടും. ഇനി ഇതിപ്പം ഈ വലിപ്പത്തിലുള്ള ഒരു പൈപ്പ് വെച്ചാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഉയരം കൂടുമ്പോൾ ഇതിലും വലിയൊരു പൈപ്പ് വെച്ചിട്ട് വേണം ഇനി ചെയ്യാൻ. പൈപ്പിൻ്റെ ഉയരം കൂടി വരും. പിന്നെ ഒട്ടുകറ സംഭരിക്കാനായിട്ടൊരു കൂടയുണ്ട് കയ്യിൽ. റബ്ബർ തൈ നട്ട് കഴിഞ്ഞാൽ 7 വർഷം കഴിഞ്ഞാണ് ടാപ്പിങ് തുടങ്ങുന്നത്. അപ്പോൾ 7 വർഷം കഴിഞ്ഞ് ടാപ്പിങ് തുടങ്ങിയ മരങ്ങൾ 20 വർഷം കഴിഞ്ഞ് മുറിച്ച് കളയുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി അതിനകത്ത് കിട്ടുന്ന പരമാവധി നമ്മൾ എടുക്കുകയാണ്. എത്രത്തോളം അതിനകത്ത് കറ കിട്ടും എന്നുള്ളത് എടുക്കുകയാണ്. അത്രയും എടുത്തില്ലെങ്കിൽ ഇനിയും വരുന്ന 7 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ തൈ വെച്ചാൽ നമുക്കിതിൽ നിന്ന് ആദായം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ സ്ലോട്ടർ ടാപ്പ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഒരു വരുമാനവുമുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത റബ്ബർ മുറിച്ച് മരങ്ങൾ നടുന്നതിനുള്ള തുകയും നമുക്ക് അതിനകത്ത് ലഭിക്കും. ഒരു പട്ട വീതം വെട്ടുന്ന മരമാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒരു പട്ട ചീവി പെട്ടെന്ന് അത് ചീവി വെട്ടിക്കഴിഞ്ഞു അതിൻ്റെ പാല് കൃത്യമായിട്ട് ആ കപ്പിൽ വന്ന് വീഴും. പക്ഷേ ഇത് അതുപോലെ പറ്റത്തില്ല. ഇത് പാല് തൂത്തുവിട്ട് അത് ശരിയായ രീതിയിൽ ഈ കപ്പിൽ എത്തത്തക്ക രീതിയിൽ നിയന്ത്രിക്കണം. അതിനൊരല്പം താമസം നമുക്കെടുക്കും. റബ്ബർ തോട്ടങ്ങളിൽ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. അതുകൊണ്ടാണ് തലയിൽ തുണിയൊക്കെ കെട്ടി ഒരു തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കൊതുക് വളരെ ശല്യമാണ്. എന്നെയും കൂടെ എടുത്തുകൊണ്ട് പോകുന്ന കൊതുകുകളാണ് ചിലപ്പോൾ തോട്ടത്തിലുള്ളത്. ഒരുപാട് കൊതുക് കൂടുന്നുണ്ട്. കൊതുകിൻ്റെ വളരെ വലിയ ശല്യമാണ്. ടാപ്പിങ് കഴിഞ്ഞ് 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂറിനകത്ത് ഇതിൻ്റെ കറ ശേഖരിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂറിനകത്ത് നമ്മൾ പാലെടുത്തില്ലെങ്കിൽ പാല് അത് ചിരട്ടയിലിരുന്ന് കട്ടിയാവാൻ തുടങ്ങും. അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പാല് ശേഖരിക്കണം. അപ്പോൾ ഇന്നത്തെ ടാപ്പിങ് പൂർത്തിയായിരിക്കുകയാണ്.
ഇനി ഈ ടാപ്പ് ചെയ്ത കറ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇന്നത്തെ കറ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് മുറ ചെയ്യുന്നതാണ് അടുത്ത ഭാഗം. അത് ഗ്രേഡ് ഷീറ്റിനായിട്ട് എങ്ങനെയാണ് മുറ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡിഷുകൾ പിറക്കി നിരത്തി അതിൽ പാല് അരിച്ച് വേണം ഒഴിക്കാൻ, എങ്കിലേ ഗ്രേഡ് ഷീറ്റ് കിട്ടും. അതിന് അരിപ്പ ഉപയോഗിച്ച് പാല് അരിച്ചൊഴിക്കുന്നു. 1.5 ലിറ്ററിൽ കൂടുതൽ പാലാണ്, 1.5 ലിറ്റർ പാല്, ശരാശരി 1.5 ലിറ്റർ പാലാണ് ഒരു ഷീറ്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിന് വേണ്ടത് വെള്ളമാണ്. അത് നമ്മൾ ആ പാത്രങ്ങൾ കഴുകിയ വെള്ളവും ഒക്കെ എടുത്ത് ചേർത്ത് നമ്മൾ വെള്ളം ഒഴിക്കുക. 1 ലിറ്റർ വെള്ളം വീതം ഓരോ പാത്രത്തിനും വേണം. ഇപ്പോൾ 4 ഷീറ്റിന് ഡിഷിൽ പാല് കുറേ ഒഴിച്ചു. ഇനി അതിന് വേണ്ടത് ഫോർമിക് ആസിഡാണ്. നേർപ്പിച്ച ഫോർമിക് ആസിഡ് ഒഴിക്കുകയാണ്. ഉടൻ തന്നെ അത് നന്നായി ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആസിഡ് വീഴുന്ന ഭാഗം മാത്രം പെട്ടെന്ന് കട്ടിയാവുകയും ബാക്കിയുള്ള ഭാഗത്തേക്ക് ആസിഡ് ചെല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഷീറ്റ് ഗ്രേഡ് കിട്ടത്തില്ല. ആസിഡ് വീണാൽ ഉടൻ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഇത് കട്ടിയായി ഷീറ്റ് അടിക്കാനുള്ള പരിവാകും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഈച്ചയും പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഡിഷ് കൊണ്ട് ഇതിനെ കമഴ്ത്തി അടച്ചങ്ങ് വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മുറ ചെയ്ത ഷീറ്റ് ഇവിടെ ഉറന്നിരിപ്പുണ്ട്. നമ്മൾ വെള്ളമായിട്ട് ഒഴിച്ച് 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫോർമിക് ആസിഡിനകത്ത് കിടന്ന് ഇതുപോലെ കട്ടിയാവും. ഇത് കട്ടിയായ ഷീറ്റിനെ ഇനി അടിച്ച് പരത്തി നമുക്ക് അത് കനം കുറച്ചെടുക്കണം. അതിന് 2 മെഷീനാണുള്ളത്. ഒന്ന് കനം കുറയ്ക്കുന്ന മെഷീന്, രണ്ടാമത്തേത് സീലടിക്കുന്ന മെഷീന്. അത് ഈ സീലടിക്കുന്ന മെഷീനിൽ കയറിയെങ്കിൽ മാത്രമേ അതിൻ്റെ കനം കുറയാൻ പറ്റൂ. അങ്ങനെ കനം കുറഞ്ഞാൽ ആ ഷീറ്റ് പെട്ടെന്ന് ഉണങ്ങുകയും അതിന് ഗ്രേഡ് കിട്ടുകയും ചെയ്യും. ഈ 2 റോളർ തമ്മിൽ മുറുക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കനം അനുസരിച്ച് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കൈകൊണ്ട് കറക്കുന്നതാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഇലക്ട്രിക്കൽ മെഷീനൊക്കെ ഉണ്ട്. ഇതാ കട്ടിയായിരുന്ന ഷീറ്റ് കനം കുറച്ച് അടിച്ചെടുത്തിരിക്കുകയാണ്. അച്ച് പതിപ്പിക്കുന്നതിനായിട്ട് മാറ്റിയിടാം. ഒരു പ്രാവശ്യം അച്ച് മെഷീനിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ കനം കുറഞ്ഞ് ഇതുപോലെ ഡിസൈനായി ഇങ്ങനെ വരും. ഇത് പെട്ടെന്ന് ഇതിനകത്ത് ജലാംശം നഷ്ടപ്പെടാൻ എളുപ്പം ഉള്ള ഒരു വഴിയാണിത്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുന്ന ഷീറ്റ് ഒരു ദിവസം വെയിൽ കണ്ട് ഇതുപോലെ വെള്ളം തോർന്ന് വരും. ഇതുപോലെ വെള്ളം തോർന്ന് വരുന്ന ഷീറ്റുകൾ നമ്മൾ സ്മോക്ക് ഹൗസിൽ കയറ്റി പുകച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലേ ഗ്രേഡ് ഷീറ്റാവും. ഇന്നലെ അടിച്ച ഷീറ്റാണ്. അത് ഒരു ദിവസം വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം തോർന്നു. ഇനി അത് സ്മോക്ക് ഹൗസിലേക്ക് മാറ്റുകയാണ്. സ്മോക്ക് ഹൗസിൻ്റെ ഉപയോഗത്തെപ്പറ്റി നേരത്തെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ നേരത്തെ ഞങ്ങൾ സ്മോക്ക് ഹൗസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് സ്മോക്ക് ഹൗസിൻ്റെ പ്രവർത്തനമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഷീറ്റ് ഇന്ന് പറക്കി ഇതിനകത്ത് അടുക്കിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിത് അടച്ചിട്ട് നമുക്ക് പുകയിടണം. സ്മോക്ക് ഹൗസിൽ 24 മണിക്കൂർ പുക കൊടുത്ത് 2 പ്രാവശ്യം പുക കൊടുത്ത് നമ്മൾ ഷീറ്റ് 4 ഷീറ്റായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല ഗ്രേഡ് ഷീറ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. റബ്ബർ മരം ടാപ്പ് ചെയ്ത് അതിൻ്റെ കറയെടുത്ത് അത് പാല് ഉറ ചെയ്ത് ഷീറ്റടിച്ച് ഉണക്കി വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഗ്രേഡ് ഷീറ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിയും. നമുക്ക് നല്ല വിലയും കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.